കാട്ടാനാക്രമണത്തിൽ മരിച്ച എൽദോസിന്റെ മൃതദേഹം അല്പസമയത്തിനകം തന്നെ പള്ളിയിലേക്ക് എത്തിക്കും. വീട്ടിൽ പൊതുദർശനത്തിന് വച്ച ശേഷം ഉരുളൻതണ്ണി പള്ളിയിലാണ് അന്തിമ ശുശ്രൂഷ നടക്കുന്നത്. ചേലാട് പള്ളിയിലാണ് സംസ്കാരം നടക്കുന്നത്. എൽദോസിന്റെ സംസ്കാരത്തിന് ശേഷം DFO ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് ഉണ്ടാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. വിവരങ്ങളുമായി ഇപ്പോൾ ഉരുളൻതണ്ണി പള്ളിയിൽ നിന്ന് ആൽവിൻ തോമസ് ചേരുകയാണ്. ആൽവിൻ, ഒരു രക്തസാക്ഷി ആണ് എന്തായാലും എൽദോസ്. ഈ മലയോര മേഖലകളിലെ മനുഷ്യ വന്യജീവി സംഘർഷത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഇര രക്തസാക്ഷി എന്ന് പറയാം. അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധങ്ങൾ അവിടെ ഉയർന്നു വരുന്നത് നമ്മൾ കണ്ടു. ഈ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷവും അവിടെ വലിയ തോതിൽ പ്രതിഷേധങ്ങൾക്കാണ് ആലോചനയിട്ടിട്ടുള്ളതല്ലേ? ലക്ഷ്മി, വലിയ പ്രതിഷേധമാണ്. ഇപ്പോൾ എൽദോസിന്റെ മൃതദേഹം ഈ ഉരുളൻതണ്ണിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്നലെ എൽദോസ് നടന്നു പോയ ഈ വഴിയിലൂടെയാണ് ഇപ്പോൾ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. നമ്മൾ ഈ കാണുന്ന രാവിലെ അവിടെ തന്നെ വെച്ചായിരുന്നു നമ്മൾ അവിടെ കാണിച്ചു തന്നിരുന്നു. കാട്ടാനാക്രമണം നടത്തിയ സ്ഥലത്ത് കൂടിയാണ് ഇപ്പോൾ ആ മൃതദേഹവുമായി ആംബുലൻസ് വീട്ടിലേക്ക് പോയിട്ടുള്ളത്. വീട്ടിലേക്ക് ഉള്ളിലേക്ക് കുറച്ച് ദൂരമുണ്ട്. ഇവിടെ കുറച്ച് മുമ്പ് അടുത്താണ് KSRTC ബസ് ഇറങ്ങി അവിടെ നിന്ന് മൃതദേഹവുമായി ഇവർ മുന്നോട്ടേക്ക് KSRTC ബസ് ഇറങ്ങി എൽദോസ് മുന്നോട്ട് പോകുമ്പോഴാണ് ഈ ആക്രമണം ഉണ്ടാകുന്നത്. വലിയ തോതിലുള്ള പ്രതിഷേധം ഇപ്പോഴും നിലനിൽക്കുന്നു ഈ ഘട്ടത്തിൽ എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. കാര്യം, ഈ ഫോറസ്റ്റ് ഓഫീസിന് മുമ്പിൽ വലിയ പോലീസ് സന്നാഹം തീർത്തിരുന്നു. ആ പോലീസ് സന്നാഹം തന്നെയായിരുന്നു ആ പോലീസ് സന്നാഹത്തോടു കൂടിയാണ് മൃതദേഹം അങ്ങോട്ടേക്ക് കടത്തിവിട്ടത്. വലിയ പ്രതിഷേധം ഈ സമയത്തും ഉണ്ടായിരുന്നു. ആളുകൾ വലിയ തോതിൽ ബഹളം വെക്കുന്നുണ്ടായിരുന്നു, വലിയ തോതിൽ പ്രതിഷേധം അറിയിക്കുന്നുണ്ടായിരുന്നു. ആ പ്രതിഷേധത്തിൽ നിന്നും ഇപ്പോഴും ശമനമുണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് വലിയ പോലീസ് സന്നാഹത്തോടു കൂടി ഇപ്പോൾ എൽദോസിന്റെ മൃതദേഹം വീട്ടിലേക്ക് കടത്തിവിട്ടത്. പോലീസിന്റെ ഫോറസ്റ്റ് ഓഫീസിന് മുമ്പിൽ ഗാർഡിംഗ് തീർത്തുകൊണ്ട്, അല്ലെങ്കിൽ ഒരു വിന്യാസം തീർത്തുകൊണ്ടാണ് ഇവർ മൃതദേഹം ഉള്ളിലേക്ക് കടത്തിവിട്ട് വീടിനുള്ളിലേക്ക് പോകുന്ന വഴിയിലേക്ക് കടത്തിവിട്ടത്. വലിയ പ്രതിഷേധമാണ് ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നത്. നമുക്കറിയാവുന്നതുപോലെ ഈ പ്രദേശമാകെ വലിയ ഭീതിയിലേക്ക് മാറി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. കാര്യം, ജനവാസ മേഖലയിൽ ഇത്തരമൊരു കാട്ടാന ആക്രമണം ഈ അടുത്ത കാലത്തൊന്നും അവർക്ക് ഉണ്ടായിട്ടില്ല. ആനകളെ സ്ഥിരമായി അവർ കാണുമെങ്കിലും പക്ഷേ ഇത്തരത്തിലുള്ള ആക്രമണം, ഒരു മരണം സംഭവിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത് വലിയ ഭീതിയിലാഴ്ത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ പറയാൻ കഴിയുക. ഏതായാലും അല്പസമയത്തിനകം മൃതദേഹം 1 മണിക്കൂർ നേരത്തേക്ക് മൃതദേഹം പൊതുദർശനത്തിനായി വീട്ടിൽ വെക്കും. അതിനുശേഷം ഉരുളൻതണ്ണി പള്ളിയിലേക്കാണ് കൊണ്ടുപോവുക. അവിടെ വെച്ച് സംസ്കാര ചടങ്ങുകൾ നടക്കുമെന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. അതിനുശേഷമാകും ഒരു പ്രതിഷേധ പരിപാടി എന്ന നിലയിലേക്ക് ഒരു ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധ പരിപാടി, ഒരു പ്രതിഷേധ മാർച്ച് കോതമംഗലത്ത് നിന്ന് DFO ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് കാണാവുന്നതുപോലെ ദൃശ്യങ്ങളിൽ പോലെ വ്യക്തമാണ്, നിരവധി ആളുകളാണ്, ഈ പ്രദേശത്തുള്ള ആളുകളാണ് ഇപ്പോൾ എൽദോസിനെ കാണുന്നതിനായി എത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഈ ദാരുണമായ ഈ മരണത്തിൽ അവരൊക്കെയും ദുഃഖാർത്ഥരാണ്. അതിലൊപ്പം വലിയ ഭീതിയിലുമാണ് ഈ പ്രദേശവാസികൾ എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. കാര്യം, കുട്ടികളടക്കം കടന്നു പോകുന്ന വഴിയാണിത് എന്നുള്ളത് രാവിലെ നമ്മളോട് പലരും പറഞ്ഞിരുന്നു. എങ്ങനെ ധൈര്യത്തിൽ ഇവരെ അങ്ങനെ പറഞ്ഞു വിടും ഇതുവഴിയൊക്കെ എന്നുള്ളതാണ് അവരുടെ ചോദ്യം. ആ ചോദ്യങ്ങൾക്ക് വലിയ പ്രതിഷേധം ഇന്നലെ രാത്രി പുലർച്ചെ വരെ ഉണ്ടായിരുന്നു. ആ പ്രതിഷേധത്തിനൊടുവിലാണ് അവർക്ക് ചില കാര്യങ്ങൾ ചെയ്തു നൽകാമെന്നുള്ളത് ഉറപ്പ് ജില്ലാ ഭരണകൂടവും അതോടൊപ്പം തന്നെ ജനപ്രതിനിധികൾ അടക്കമുള്ള ആളുകളും ഉണ്ടായിരുന്നപ്പോൾ അത്തരമൊരു ഉറപ്പ് നൽകിയത്. ആ ഉറപ്പുകളുടെ പാലിക്കുന്നതിന്റെ ആദ്യഘട്ടം എന്ന നിലയിലാണ് വനംവകുപ്പ് ഇപ്പോൾ ഈ ഫെൻസിംഗ് നടപടികൾക്ക് വേണ്ടിയുള്ള അളവെടുക്കുന്ന നടപടികളിലേക്ക് പോയിട്ടുണ്ട്. ഡ്രഡ്ജിംഗ് പരിപാടി ഉടൻ തന്നെ ആരംഭിക്കുമെന്നുള്ളതാണ് വനംവകുപ്പ് പറഞ്ഞിട്ടുള്ളത്. ഇത് എത്രയും വേഗം ചെയ്യണമെന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം. ഇനി അതിൽ കാലതാമസം ഉണ്ടാകാൻ കഴിയില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരാളുടെ ജീവൻ പൊലിഞ്ഞപ്പോൾ, പ്രതിഷേധം ശക്തമായപ്പോൾ ഇപ്പോൾ നടപടികളിലേക്ക് കടക്കുന്നുണ്ട് വനം വകുപ്പ്. ആൽവിൻ തോമസ് ആണ് വിശദാംശങ്ങൾ നൽകിയത്. ഉരുളൻതണ്ണി പള്ളിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.